നിലാക്കീറിലേക്ക് സ്വാഗതം. ഒരു രാജാവിന് 2 മക്കളുണ്ടായിരുന്നു. ഒരു ദിവസം മൂത്തയാളെ വിളിച്ചിട്ട്, നീ രാജാവായാൽ എന്ത് ചെയ്യുമെന്ന് അദ്ദേഹം ചോദിച്ചു. ഞാൻ അയൽ രാജ്യങ്ങളൊക്കെ കീഴടക്കി ചക്രവർത്തിയാകും. അതിനുവേണ്ടി സൈന്യത്തെ ശേഖരിക്കാൻ ധാരാളം സമ്പത്ത് ആവശ്യമായതുകൊണ്ട് ജനങ്ങൾ നൽകേണ്ടുന്ന നികുതി വർദ്ധിപ്പിക്കുമെന്ന് അവൻ പറഞ്ഞു. തൻ്റെ മകൻ സ്വാർത്ഥനും അധികാരമോഹിയും ആണെന്നറിഞ്ഞപ്പോൾ രാജാവിന് വല്ലാതെ വേദന തോന്നി. നിനക്ക് ഒരു രാജാവാകാനുള്ള യോഗ്യതയില്ല, അത് നേടിയിട്ട് തിരിച്ചു വരിക എന്ന് ഉപദേശിച്ച് രാജാവ് അവനെ പറഞ്ഞയച്ചു. കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങിയ രാജകുമാരൻ അലഞ്ഞു നടന്ന് ഒടുവിൽ ജ്ഞാനിയായ ഒരു ഗുരുവിൻ്റെ അടുക്കലെത്തി. രാജാവാകാനുള്ള യോഗ്യത നേടാൻ താൻ സഹായിക്കാമെന്നും എന്നാൽ താൻ പറയുന്ന കാലം വരെ തൻ്റെ ശിഷ്യനായിരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 3 വർഷം കഴിഞ്ഞപ്പോൾ നീ കൊട്ടാരത്തിലേക്ക് തിരികെ പോകേണ്ട സമയമായി എന്ന് ഗുരു പറഞ്ഞു. അപ്പോഴത്തെ അവൻ്റെ മറുപടി അദ്ദേഹത്തെ അതിശയിപ്പിച്ചു. എനിക്ക് രാജാവാകണ്ട, ജനനന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ മതി എന്നായിരുന്നു അപ്പോൾ അവൻ്റെ പ്രതികരണം. ജനത്തിനു വേണ്ടി നിനക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മ അവരുടെ രാജാവാകുകയാണ് എന്ന് പറഞ്ഞ് ഗുരു അവനെ യാത്രയാക്കി. ഒരു രാജാവിന് ലഭിക്കുന്ന അംഗീകാരവും സുഖവുമൊക്കെയാണ് രാജാവാകാൻ അയാളെ ഒരിക്കൽ മോഹിപ്പിച്ചിരുന്നത്. അന്ന് അയാൾ ആഗ്രഹിച്ചത് അയാളുടെ സുഖം മാത്രമായിരുന്നു. അങ്ങനെ ഒരാൾ രാജാവായാൽ ജനത്തിന് ഭാരമാവുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഗുരുവിനെ സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും പഠിച്ചപ്പോൾ അയാൾക്ക് പരിവർത്തനമുണ്ടായി. അയാളിപ്പോൾ രാജാവാകാനുള്ള യോഗ്യത നേടി. കാരണം ജനങ്ങൾക്ക് നന്മ ചെയ്യാനുള്ള ആഗ്രഹമാണ് ഇപ്പോൾ രാജകുമാരനുള്ളത്. അയാളിലെ സ്വാർത്ഥത അലിഞ്ഞുപോയി എന്ന് പറയാം. ഗുരുവിൻ്റെ ശിഷ്യനാകാൻ ആവശ്യപ്പെട്ടപ്പോൾ രാജസ്ഥാനം അയാൾക്ക് നഷ്ടപ്പെടുമെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഗുരു ശുശ്രൂഷയിലൂടെ അയാൾ ആ പദവിക്ക് ഏറ്റവും യോഗ്യനായി ഭവിക്കുകയാണ് ഉണ്ടായത്. ഈ കഥയുടെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ സുവിശേഷം വായിക്കുകയാണെങ്കിൽ അതിൻ്റെ സൂചനകൾ കുറച്ചുകൂടി വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാനായേക്കും. പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും വെറുക്കാതെ എൻ്റെ ശിഷ്യനാകാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ യേശു എത്ര കഠിനമായ വാക്കുകളാണ് പറയുന്നത് എന്ന് നമുക്ക് തോന്നും. ശത്രുക്കളെപ്പോലും സ്നേഹിക്കണമെന്ന് ഉപദേശിച്ച യേശു പ്രിയപ്പെട്ടവരെയൊക്കെ വെറുക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? അതിൻ്റെ സൂചന മനസ്സിലാകണമെങ്കിൽ നമ്മുടെ സ്നേഹത്തിൻ്റെ ചില പ്രത്യേകതകളെക്കുറിച്ച് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തിനാണ് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവർ നമ്മെ അംഗീകരിക്കുമ്പോൾ, പിന്തുണയ്ക്കുമ്പോൾ നമുക്ക് സന്തോഷം അനുഭവപ്പെടുന്നുണ്ട്. അതെപ്പോഴും ലഭിക്കണമെന്നും നമ്മൾ ആശിക്കുന്നു. എന്നാൽ അവർ നമ്മുടെ ഇഷ്ടങ്ങൾക്കെതിരായി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ, വിമർശിക്കുമ്പോൾ നമുക്കവരോട് വെറുപ്പ് തോന്നും. നമ്മെ സന്തോഷിപ്പിക്കുന്നവരോട് കാട്ടുന്ന പരിഗണനയെയാണ് നമ്മൾ പൊതുവെ സ്നേഹമെന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും തന്നെ ബഹുമാനിക്കുമെന്നോർത്ത് രാജാവാകാൻ മോഹിക്കുന്നയാൾക്ക് ജനക്ഷേമം ആഗ്രഹിക്കാൻ കഴിയാത്തതുപോലെ മറ്റുള്ളവരിൽ നിന്നും സന്തോഷം ലഭിക്കുമെന്നോർത്ത് അവരെ പരിഗണിക്കുന്നവർക്ക് ശരിയായ സ്നേഹം അനുഭവിക്കാനുമാവില്ല. കാരണം അവരിലൂടെ നമുക്കെന്ത് ലഭിക്കുമെന്നതാണ് നമ്മുടെ ഏക ശ്രദ്ധ. അത് സ്നേഹമെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട സ്വാർത്ഥതയാണ്. ഈ സ്വാർത്ഥ സ്നേഹത്തെ ഉപേക്ഷിക്കാനാണ്. ശരിക്കും നമ്മൾ സ്നേഹിക്കുന്നവരെയല്ല, അവരോടുള്ള നമ്മുടെ സ്നേഹത്തിലെ സ്വാർത്ഥതയെ ഉപേക്ഷിക്കാനാണ് യേശു പറയുന്നത്. ഇത് സംഭവിക്കുമ്പോൾ എൻ്റെ സന്തോഷത്തിന് വേണ്ടി മറ്റുള്ളവർ എന്ത് ചെയ്യണമെന്ന ചിന്തയിൽ നിന്ന് അവരുടെ നന്മയ്ക്ക് വേണ്ടി എനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. ഇതാണ് യഥാർത്ഥ സ്നേഹം. സ്വന്തം ജീവൻ ബലി കൊടുത്തുകൊണ്ട് യേശു നമുക്ക് കാണിച്ചു തന്നത് ഈ സ്നേഹമാണ്. സ്വന്തം സന്തോഷത്തിനായി സ്നേഹിക്കുന്നുവെന്ന പേരിൽ മറ്റുള്ളവരെ ഉപയോഗിക്കുന്നതല്ല, അവരുടെ നന്മയ്ക്കായി സ്വയം സമർപ്പിക്കാനുള്ള സന്നദ്ധതയാണ് സ്നേഹം. രാജാവാകാനുള്ള മോഹം ഉപേക്ഷിച്ച് ഗുരുവിനെ ശുശ്രൂഷിച്ച രാജകുമാരൻ്റെ സ്വാർത്ഥത സുഖമാക്കപ്പെട്ടപ്പോഴാണ് നല്ലൊരു രാജാവാകാനുള്ള യോഗ്യത അയാൾ നേടിയത്. അതുപോലെ പ്രിയപ്പെട്ടവരെ അവർ അർഹിക്കുന്നതുപോലെ സ്നേഹിക്കണമെങ്കിൽ നമ്മുടെ സ്നേഹവും വിശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്.
യേശുവിൻ്റെ ശിഷ്യനായി മാറുക എന്നത് സ്നേഹത്തെ വിശുദ്ധീകരിക്കാനുള്ള ക്ഷണമാണ്. രാജാവാകാനുള്ള മോഹം ഉപേക്ഷിച്ച് ഗുരുവിനെ ശുശ്രൂഷിച്ചു തുടങ്ങിയപ്പോൾ രാജകുമാരന് രാജാവാകാനുള്ള യോഗ്യത ഉണ്ടായതുപോലെ മറ്റുള്ളവരെ ഉപയോഗിച്ച് സന്തോഷം അനുഭവിക്കാനുള്ള വ്യഗ്രത കൈവിട്ട് യേശുവിനെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നമുക്കെല്ലാവരെയും കൂടുതൽ തീക്ഷ്ണതയോടെ സ്നേഹിക്കാനായിട്ട് കഴിയും. യേശുവിലേക്ക് തിരിയുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ആരെയും നഷ്ടമാകുന്നില്ല, മറിച്ച് നമ്മളെല്ലാവരുടെയും സ്വന്തമാകുന്നതേ ഉള്ളൂ. യേശുവിനെ സ്നേഹിക്കുകയെന്നാൽ സ്നേഹത്തിൻ്റെ വലിയ ആകാശം സ്വന്തമാക്കുക എന്നാണ് അർത്ഥം. പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ സ്നേഹത്തെ വിശുദ്ധീകരിക്കണമേ. ആമേൻ. സ്തുതിയായിരിക്കട്ടെ.